like to ask one question. What is the second pillar of Jesus Youth? എന്താണ്? ആർക്കും അറിയില്ലേ? We are all very experienced members. എന്താണ്? What is the second pillar? കേൾക്കുന്നില്ല. Can't hear. എന്താണ്? ഈ സൈഡിലാണ്. I am unable to hear this side. Which is the second pillar? Word of God. Okay, ഒന്നുകൂടെ ഓർക്കരെ, നമുക്ക് ഒന്നിച്ച് പറയാം. Which is the second pillar? Word of God. എന്നെ ടച്ച് ചെയ്തൊരു വചനമുണ്ട്, സങ്കീർത്തനം 119, 105. നമുക്ക് ഒന്നിച്ചേറ്റു പറയാം. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. Your word is lamp, പറയാം, to guide my feet and a light for my path. നമ്മളെല്ലാവരെയും വൺസ് എപ്പോൺ എ ടൈം ഇപ്പോഴും കണ്ടിന്യൂസ് ആയി ദൈവവചനം നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് എൻ്റെ ലൈഫിലുള്ള ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഐ വുഡ് ലൈക്ക് ടു ആഡ് ഹിയർ. വെൻ ഐ വാസ് സ്റ്റാർട്ടഡ് മൈ കരിയർ, my family background financially was very poor. I was working in UAE and every family routine was turning around me. I supposed to feed my family. I supposed to send my brothers and sisters for the school and college, and I was the only earning member in my family. That time everybody feel, I started my career, I felt that my salary is too low. Then I started searching for a job where the salary is little more better, like every one of you. Then I found a job, but my previous company was not able to release me. But the time was over, I supposed to join in my new company in UAE. Then previous company told, no, you did not give resignation. I end up in a desperate situation. Then I went for a court case with my previous company. I appealed in a court. Then I went and joined in a new company. After joining in a new company only, I came to know that the opportunity came because last 6 months that company no salary at all. Okay, so I supposed to join in a company, last 6 months no salary. Already I gave a court case to my existing company, so I cannot rejoin there also. I felt in a very desperate situation where I need to arrange money for my family. I was searching job, I was not getting. And that time, literally, that was initial time when I came into Jesus Youth. ഞാൻ എല്ലാ ദിവസവും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമായിരുന്നു. കർത്താവിൻ്റെ വചനമാണ് എന്നെ ആ സമയത്ത് കംഫർട്ട് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ എപ്പോൾ മൈക്ക് കിട്ടിയാലും പറയുന്നൊരു കാര്യമാണ്, എന്നെ ടച്ച് ചെയ്തിരിക്കുന്ന ഒരു ദൈവവചനം എന്ന് പറയുന്നത് സങ്കീർത്തനം 23. എന്താണത്? കർത്താവാണ് എൻ്റെ ഇടയൻ. That gave me a great comfort. The Lord is my shepherd, I shall not want. അപ്പോൾ ആ സമയത്ത് എന്നെ എപ്പോഴും എല്ലാ ദിവസവും എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവവചനമായിരുന്നു അത്. അതിനുശേഷം ഞാൻ വേറെ ജോബ് കണ്ടെത്തി, എൻ്റെ കരിയറിൽ പല ഗ്രോത്തുകൾ വന്നു, അതൊക്കെ വേറൊരു കാര്യം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, whenever you are in desperate situation, there is someone who is there to talk with you. ആരാണ് നിങ്ങളോട് സംസാരിക്കുന്നത്? ജീസസ്. How he talk with you? Through word of God. Okay, so let's take a decision. Let's follow word of God in our daily life. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. We are going to spend few minutes on prayer. It's a time for praise and worship. He poured all the good things in my life. അവിടുന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. കർത്താവ് ഈ സമയത്ത് നിന്നെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നു. നിന്റെ സാഹചര്യം ഏതുമാകട്ടെ, മോശയെ ഉപയോഗിച്ചതുപോലെ, യുവാവായിരുന്ന ആട്ടിടയനായ ഡേവിഡിനെ ഉപയോഗിച്ചതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ അവിടുന്ന് വർഷിച്ചു.
കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിച്ചിരിക്കുന്നു. നിന്റെ ജോലി സ്ഥലത്താകട്ടെ, നിന്റെ കുടുംബത്തിലാകട്ടെ, എവിടെയും ജീസസ് യൂത്തിലാകട്ടെ, ഇടവകയിലാകട്ടെ, കൊളീഗ്സിൻ്റെ അടുത്താകട്ടെ, കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ചിരിക്കുന്നു. നമുക്ക് നന്ദിപൂർവം നമ്മുടെ കരങ്ങൾ ഈ സമയങ്ങളിൽ സ്വർഗത്തിലേക്ക് ഉയർത്താം. സാധിക്കുന്നവർക്കൊക്കെ നമ്മുടെ കരങ്ങൾ വിട്ടുകൊടുക്കാം. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഏറ്റുപറയാം, കർത്താവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് വർഷിച്ച എല്ലാ നന്മകളെയും ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. കർത്താവേ, എത്രമാത്രം അങ്ങയെ സ്തുതിച്ചാലും എത്രമാത്രം അങ്ങയെ ആരാധിച്ചാലും തീരാത്തത്ര നന്മകൾ എൻ്റെ ജീവിതത്തിലേക്ക് നീ നൽകി. കർത്താവേ, എൻ്റെ ഹൃദയത്തെ ഞാൻ തുറന്നു വയ്ക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തെ നീ തൊട്ടില്ലായിരുന്നെങ്കിൽ കർത്താവേ ഞാൻ വേറൊരു രീതിയിലാക്കി പോകുമായിരുന്നു. കർത്താവേ, എന്നെ നീ വിളിച്ചതുകൊണ്ട്, എന്നെ നീ തിരഞ്ഞെടുത്തതിനെ ഓർത്തുകൊണ്ട്, എന്നെ നീ തിരഞ്ഞെടുത്തതുകൊണ്ട് കർത്താവേ ഞാൻ അങ്ങയുടെ സ്നേഹമാവോളം അനുഭവിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു. എൻ്റെ ഹൃദയത്തെ ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് തുറന്നു വയ്ക്കുന്നു. വാക്കുകളാൽ ഏറ്റുപറയുന്നതിനേം കാട്ടി ഉപരിയായി നന്മകൾ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞവനെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. നമുക്ക് ഈ രടികൾ ഏറ്റുപാടുമ്പോൾ വാക്കുകൾ പോരാ നാഥാ നിന്നെ ആരാധിക്കാൻ, ഭാഷകൾ പോരാ രാജാവിനെ ആരാധിക്കാൻ. ഈ രടികൾ നമുക്ക് മ്യൂസിക് മിനിസ്ട്രിയോടൊപ്പം നമുക്ക് ഏറ്റുപറയാം. നമ്മുടെ കണ്ണുകളെ, നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നന്ദിപൂർവ്വം ഉയർത്താം. സാധിക്കുന്നവർക്കൊക്കെ കണ്ണുകൾ അടയ്ക്കാം. ഈ വരികൾ നമുക്ക് മനസ്സിലോർത്തുകൊണ്ട് പാടാം. വാക്കുകൾ പോരാ നാഥാ നിന്നെ ആരാധിക്കാം. നമുക്ക് ചെറിയ സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ടിരിക്കാം മനസ്സിൽ. ജീസസ് ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ ഹല്ലേലൂയ. വാക്കുകൾ പോരാ പോരാ നാഥാ നിന്നെ ആരാധിക്കാം. ഭാഷകൾ പോരാ പോരാ നാഥാ നിന്നെ ആരാധിക്കാം. ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാം. ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാം. യേശുവേ നിന്നെ കാണുവാൻ എൻ്റെ കണ്ണുകൾ പോരാ. യേശുവേ നിന്നെ കേൾക്കുവാൻ എൻ്റെ കാതുകൾ പോരാ. പാടിയിടുമേ മനമേ മനമേ, വാഴ്ത്തിടുവാൻ ഉണരൂ ഉണരൂ. 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 എസെക്കിയേൽ 36:26 പ്രകാരം പറയുന്നു, ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും. കർത്താവേ, ഒരു പുതിയ ഹൃദയം എനിക്ക് നീ സമ്മാനിച്ചതിനെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. കർത്താവേ, ആ ഹൃദയത്തിലൂടെ നീ എപ്രകാരം കാണുന്നുവോ അപ്രകാരം കാണുവാൻ എന്നെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. നീ എപ്രകാരം സംസാരിക്കുന്നുവോ അപ്രകാരം സംസാരിക്കാൻ എന്നെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. കർത്താവേ, മാംസളമായ ഒരു ഹൃദയം നൽകി എന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. പാട്ടുകൾ പോരാ പോരാ നാഥാ നിന്നെ ആരാധിക്കാം. ആയുസ്സും പോരാ പോരാ രാജാവിനെ ആരാധിക്കാം. ആയുസ്സും പോരാ പോരാ രാജാവിനെ ആരാധിക്കാം. യേശുവേ നിന്നെ സ്നേഹിക്കാൻ എൻ്റെ സ്നേഹവും പോരാ.
വാക്കുകൾ പോരാ പാടിയിടുമേ മനമേ മനമേ വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ 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 Thank you, Lord. Thank you, Jesus. Hallelujah. Hallelujah. Thank you, Lord. Thank you, Jesus. Hallelujah. Hallelujah. Praise you, Jesus. Thank you, Lord. Hallelujah. Hallelujah. Thank you, Lord. Thank you, Lord. Thank you, Jesus. Hallelujah. Hallelujah. Thank you, Lord. Thank you, Jesus. Hallelujah. Hallelujah. Thank you, Lord. Hallelujah. Praise you, Jesus. Hallelujah. Hallelujah. Thank you, Lord. പാടിയിടുമേ മനമേ മനമേ വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ പാടിയിടുമേ മനമേ മനമേ വാഴ്ത്തിയിടുവാൻ ഉണരൂ ഉണരൂ Thank you, Lord. Hallelujah. Let's raise our voice and praise you. Hallelujah. Thank you, Lord. Thank you, Lord. Hallelujah. It's a time to praise you. It's a time to worship you. Let's raise our voice. Let's pray in tongues. Praise the Lord. Hallelujah. Thank you, Lord. Thank you, Lord. Hallelujah. Thank you, Lord. Hallelujah. 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 Let's worship you. Hallelujah. Let's feel His presence here. He's with us. Hallelujah, 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 hallelujah.
പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കുസ്താ ദിനത്തിലെ പരിശുദ്ധ കന്യകാമറിയവും സ്ലീഹന്മാരും സെഹ്യോനൂട്ടുശാലയിൽ ഒന്നിച്ചിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് തീനാവിൻ്റെ രൂപത്തിൽ അവരുടെ മേലിറങ്ങി. അവർ ശക്തിയുള്ളവരായി, പ്രത്യേകിച്ച് ഈ സമയത്ത് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും അഭിഷേകത്താൽ നിറയപ്പെടുവാനായി, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനായി നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് വരണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അവിടുന്ന് വന്നു കഴിയുമ്പോഴും ഞാൻ ശക്തി പ്രാപിക്കും. ഈ ലോകത്തിൽ എവിടെയായിരുന്നാലും, പ്രത്യേകിച്ച് ഈ രാജ്യത്തായിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ, എൻ്റെ കുടുംബക്കാരുടെ മുന്നിലായിരിക്കുവാൻ, അങ്ങേ പ്രഘോഷിക്കാൻ എനിക്ക് സാധിക്കും. നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എന്നിൽ ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവേ, എന്നെ ശക്തിപ്പെടുത്തണമേ. ആഗ്രഹിച്ചുകൊണ്ട് പാടാം. പരിശുദ്ധാത്മാവേ, എന്നിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. സാധിക്കുന്നവർക്കൊക്കെ ഏറ്റുപാടാം. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുതലിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുതലിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ എന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ എന്നുള്ളിൽ തീനാവുകളായി, ഒഴുകണമേ എന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടലോട് രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റ്, അസ്ഥികൾ നിറയും താഴ്വരയിൽ ജീവൻ പകരണമേ. ചെങ്കടലോട് രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റ്, അസ്ഥികൾ നിറയും താഴ്വരയിൽ ജീവൻ പകരണമേ. അപ്പസ്തോല അപ്പസ്തോല കൈകളടിച്ചോണ്ട് പാടാം. കൈകളടിച്ചോണ്ട് വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോല ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ.
നിറയണമേ നീ എന്നുള്ളിൽ തീരാവുകളായി പുതിയൊരു നദിയായി ചെങ്കട പോലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാട്ടെ അസ്ഥികൾ നിറയും താഴ്വരയിൽ ജീവൻ പകരണമേ ചെങ്കട പോലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാട്ടെ അസ്ഥികൾ നിറയും താഴ്വരയിൽ ജീവൻ പകരണമേ അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവേ 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 നിറയണമേ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ